ബൃഹദ്വശ മഹർഷി നളചരിതം കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. നളചരിതം കഥ കേട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിരന് ആ കഥ വലിയ ഉത്തേജനവും ആശ്വാസവുമായി തോന്നി. ബൃഹദ്വശൻ തുടർന്നു പറയുകയാണ്: അല്ലയോ യുധിഷ്ഠിര, ചൂതുകളി മൂലം രാജ്യം നഷ്ടപ്പെട്ട നളൻ അനുഭവിച്ച ക്ലേശങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങയുടെ ക്ലേശങ്ങൾ എത്ര നിസാരമാണ്. നളന്റെ ജീവിത ദുരിതങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. കാട്ടിൽ അദ്ദേഹം തനിയെ അലഞ്ഞു നടന്നു, എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചു. പക്ഷേ അങ്ങിപ്പോഴും ദ്രൗപദിയോടും അനുജന്മാരോടുമൊപ്പം താമസിക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, അവർ അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് നളനെപ്പോലെ രാജ്യം വീണ്ടെടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന കാലം അങ്ങേക്ക് അടുത്തു തന്നെ വരുന്നതാണ്. ഈ നളചരിതം കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവരെ ഒരിക്കലും കലി ബാധിക്കുകയില്ല. അങ്ങേക്ക് ഇനി വീണ്ടും ചൂത് കളിക്കേണ്ടി വരുമോ എന്ന സംശയമുണ്ടെങ്കിൽ അതിൽ വിജയം നേടുവാനായി അക്ഷഹൃദയ വിദ്യയും ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള വിഷമങ്ങൾ സംഭവിക്കാതെ ജീവിക്കുകയും ചെയ്യാം. ബൃഹദ്വശ മഹർഷിയുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരന്റെ മനസ്സിന് സന്തോഷവും സമാധാനവും തോന്നി. അങ്ങനെ ഭക്തിപൂർവം തന്നെ മഹർഷിയിൽ നിന്ന് അക്ഷഹൃദയ വിദ്യയും അശ്വഹൃദയ മന്ത്രവും സ്വീകരിച്ചു. ബൃഹദ്വശ മഹർഷി പിന്നീട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി.